Hello everyone, welcome to our channel Stay Learned. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിൻ്റെ തിയറി പോർഷൻസ് നോക്കി. സോ ഇന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോങ് ടേം ഫിനാൻസ് ഓർ ക്യാപിറ്റൽ ഓഫ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി ഈസ് കോൾഡ് ആസ് ക്യാപിറ്റലൈസേഷൻ. ഒരു കമ്പനീൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസിനെ നമ്മൾ എന്താ പറയുക? ക്യാപിറ്റലൈസേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, purchase consideration is paid to the dash of transfer company by the transferee company. ട്രാൻസ്ഫറി കമ്പനീൻ്റെ ആർക്കാണ് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യണത്? ഇതിന് ആൻസർ ഷെയർ ഹോൾഡർ. ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിനാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, when the net asset exceeds the purchase consideration, the difference is transferred to. പർച്ചേസ് കൺസിഡറേഷനേക്കാളും നെറ്റ് അസറ്റ് കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ എവിടെയാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഓപ്ഷൻ എ ജനറൽ റിസർവ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ റിസർവ്, ഓപ്ഷൻ സി സെക്യൂരിറ്റീസ് പ്രീമിയം, ഓപ്ഷൻ ഡി സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇതിൻ്റെ ആൻസർ ക്യാപിറ്റൽ റിസർവ് ആണ്. നെറ്റ് അസറ്റ് പർച്ചേസ് കൺസിഡറേഷനേക്കാളും കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. If purchase consideration is greater than net asset, the difference is transferred to goodwill അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the company which holds more than 50% of share of another company is called. ഒരു കമ്പനി ഇനിയൊരു കമ്പനീൻ്റെ 50% മേലെയും ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനീനെ നമ്മൾ വിളിക്കുന്നതാണ് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനി എന്ന്. സോ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ദ റിമൈനിങ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് സബ്സിഡറി കമ്പനി അതർ ദാൻ ദ പാരൻറ്റ് കമ്പനി ഈസ് കോൾഡ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പാരൻറ്റ് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലാണ്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. അവർ സബ്സിഡറി കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ്. സബ്സിഡറി കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവർക്ക് കിട്ടണതാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓപ്ഷൻ എ ഷെയർ ഇൻ ഷെയർ ക്യാപിറ്റൽ ഓൺലി, ഓപ്ഷൻ ബി ഷെയർ ഇൻ റിസർവ് ഓൺലി, ഓപ്ഷൻ സി ഷെയർ ഇൻ പ്രോഫിറ്റ് ഓൺലി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഈ മൂന്നും സബ്സിഡറി കമ്പനിയുള്ള മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാറുണ്ട്. അവരുടെ ഷെയർ ക്യാപിറ്റലിൽ അവരുടെ ഷെയർ, റിസർവിൽ അവരുടെ ഷെയർ, പ്രോഫിറ്റിൽ അവരുടെ ഷെയർ അവർക്ക് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, when the purchase cost of share is more than the share of net worth. കമ്പനീൻ്റെ നെറ്റ് വർത്തിനേക്കാളും പർച്ചേസ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ പറയണതാണ് ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ് കൺസിഡറേഷനാണ് കൂടുതൽ എന്തിനേക്കാളും? നെറ്റ് അസറ്റിനേക്കാളും. സോ ആ ഡിഫറൻസ് തന്നെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വില്ലോട്ട് ട്രാൻസ്ഫർ ചെയ്യണത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, when the actual return exceeds the required return, it is called. റിക്വയർഡ് റിട്ടേണിനേക്കാളും ആക്ച്വൽ റിട്ടേൺ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ എ അണ്ടർ ക്യാപിറ്റലൈസ്ഡ്, ഓപ്ഷൻ ബി ഓവർ ക്യാപിറ്റലൈസ്ഡ്, ഓപ്ഷൻ സി ഫെയർലി ക്യാപിറ്റലൈസ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് അണ്ടർ ക്യാപിറ്റലൈസ്ഡ്. ഇഫ് ആവറേജ് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ rate of return, required rate of return, then it is known as under capitalized. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസ്ഡ് പറഞ്ഞാൽ ആക്ച്വൽ റിട്ടേൺ വന്ന് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കുറവായിരിക്കും. ഇഫ് ആക്ച്വൽ റിട്ടേൺ ഈസ് ഈക്വൽ ടു റിക്വയർഡ് റിട്ടേൺ, ദേ ആർ നോൺ as ഫെയർലി ക്യാപിറ്റലൈസ്ഡ് ഓർ നോർമൽ ക്യാപിറ്റലൈസ്ഡ്. ക്ലിയർ ആയില്ലേ? നയൻത്ത് ക്വസ്റ്റ്യൻ, the fixed cost bearing capital is more than the non-fixed cost bearing capital. This situation is called high gearing. high gearing പറഞ്ഞു വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഒരു കമ്പനിയിൽ കൂടുതൽ കമ്പയർ ടു നോൺ ഫിക്സഡ് കോസ്റ്റ്. അതാണ് നമ്മൾ ഹൈ ഗിയറിംഗ് എന്ന് പറയുന്നത്. 10th ക്വസ്റ്റ്യൻ, ഇൻ ക്വിക്ക് അസെറ്റ് ഡാഷ് ഈസ് ഓർ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം കറണ്ട് അസെറ്റ്. ക്വിക്ക് അസറ്റ് കാണുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് ഏതാണ് എക്സ്ക്ലൂഡ് ചെയ്യണത്? ഓപ്ഷൻ എ സ്റ്റോക്ക്, ഓപ്ഷൻ ബി പ്രീപെയ്ഡ് പേയ്മെൻറ്റ്, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു
current asset minus stock and prepaid payment. So the answer is both A and B. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റേഷ്യോ അനാലിസിസിൽ പറയുമ്പോൾ. 11th question, dash is or are യൂസ്ഡ് ഫോർ ക്യാഷ് മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനീൻ്റെ ക്യാഷ് മാനേജ്മെൻറ്റിന് ഏതാണ് യൂസ് ചെയ്യുക? ഓപ്ഷൻ എ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഓപ്ഷൻ സി ആവറേജ് കളക്ഷൻ പീരിയഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. ഹിയർ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോ. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും ആവറേജ് കളക്ഷൻ പീരിയഡ്, ഈ മൂന്ന് നമ്മളൊരു കമ്പനീൻ്റെ ക്യാഷ് മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യും. 12th question, the inclusion of debt in the capital structure is called. കമ്പനീൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെറ്റ് ഇൻക്ലൂഡ് ചെയ്യണതിന് പറയണതാണ് ഫിനാൻഷ്യൽ ലെവറേജ്, ഓപ്പറേറ്റിംഗ് ലെവറേജ്, കമ്പൈൻഡ് ലെവറേജ്, ഓൾ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് ഫിനാൻഷ്യൽ ലെവറേജ്. ഒരു കമ്പനിയിൽ ഇക്വിറ്റീൻ്റെ കൂടെ ഡെറ്റിൻ്റെ പ്രൊപ്പോർഷനും വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയും. ഫിനാൻഷ്യൽ ലെവറേജ് ഈസ് ഓൾസോ നോൺ ആസ് ട്രേഡ് ഓൺ ഇക്വിറ്റി. 13th question, when the redemption purpose is over, redemption reserve is closed to. ഒരു കമ്പനിയിൽ റിഡംഷൻ തീർന്നു വെച്ചാൽ, ഒരു കമ്പനിയിൽ പ്രിഫറൻസ് ഷെയറോ ഡിബഞ്ചേഴ്സോ നമ്മൾ റിഡീം ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ആ റിഡംഷന് വേണ്ടി ഓപ്പൺ ചെയ്ത റിസർവ് അക്കൗണ്ട് നമ്മൾ എവിടെയാണ് ക്ലോസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെക്യൂരിറ്റീസ് പ്രീമിയം, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാപിറ്റൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ജനറൽ റിസർവ്. ദ ആൻസർ ഈസ് ജനറൽ റിസർവ്. റിഡംഷൻ റിസർവ് അക്കൗണ്ട് നമ്മൾ ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്താണ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമുല ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഏതാണ്? ഓപ്ഷൻ എ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ഓപ്ഷൻ ബി ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, option D none of this. The answer is option A, sacrifice ratio is equal to old ratio minus new ratio. New ratio minus old ratio എന്നൊക്കെ ആണത് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. 15th question, revaluation account and realization accounts are. revaluation അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിവാലുവേഷൻ അക്കൗണ്ട് റിയൽ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണോ? ഓപ്ഷൻ ബി റിയൽ അക്കൗണ്ട് ആൻഡ് റിയൽ അക്കൗണ്ട് ആണോ? നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് ആണോ? ഓപ്ഷൻ ഡി നോമിനൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട് ആണോ? ദ ആൻസർ ഈസ് നോമിനൽ അക്കൗണ്ട്. ഇന്നലെ നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട് ആർ നോമിനൽ അക്കൗണ്ട്സ്. 16th question, which is or are the method of valuation of goodwill. goodwill valuation ചെയ്യണ മെത്തേഡ്സ് ഏതാണ്? ഓപ്ഷൻ എ ആവറേജ് പ്രോഫിറ്റ് മെത്തഡ്, ഓപ്ഷൻ ബി സൂപ്പർ പ്രോഫിറ്റ് മെത്തഡ്, ഓപ്ഷൻ സി ക്യാപിറ്റലൈസേഷൻ മെത്തഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇങ്ങനെ നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേഷന് 3 മെത്തേഡ്സ് ഉണ്ടെന്ന് പഠിച്ചു. ആവറേജ് പ്രോഫിറ്റ് മെത്തഡ് ഓർ സിമ്പിൾ പ്രോഫിറ്റ് മെത്തഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തഡ്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. 17th question, മീനിങ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ എക്സാമിനേഷൻ ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഓപ്ഷൻ ബി എക്സാമിനിങ് ദ ഒതൻറ്റിസിറ്റി ഓഫ് വെരിഫൈയിങ് ദ ട്രാൻസാക്ഷൻ, ഓപ്ഷൻ സി ടു വെരിഫൈ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഡിസ്ക്ലോസ്ഡ് ബൈ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ഫേം, തറോ സ്ക്രൂട്ടനി ഓഫ് books of accounts. Here the answer is option C, to verify the financial position as disclosed by balance sheet and profit and loss of a firm is known as audit. 18th question, investigation means. ഓഡിറ്റിലെ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ചെക്കിംഗ് ഓഫ് അക്കൗണ്ട്സ്, ഓപ്ഷൻ ബി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഓപ്ഷൻ സി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്, ഓപ്ഷൻ ഡി ടു സി വെരിഫൈ ദ അക്കൗണ്ടിങ് പോളിസീസ് ആർ carried out. അക്കൗണ്ടിങ് പോളിസീസ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. ഹിയർ ദ ആൻസർ ഈസ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് ആർ നോൺ ആസ് ഇൻവെസ്റ്റിഗേഷൻ, ഓപ്ഷൻ ബി. 19th question, joint stock companies audit is conducted. Option A under Companies Act 1956, under section 727 of Companies Act, under Joint Companies Act 1857,
Option D, under the Chartered Accountant Act 1949. Here the answer is option A, under Companies Act 1956, joint stock companies conduct their audit. 20th question, continuous audit is one which? Option A, everyday audit. Option B, process of audit continuously throughout the accounting period at regular intervals. Option C, it is required to a business firm. Option D, is essential to declare annual dividend. കണ്ടിന്യൂസ് ഓഡിറ്റ് പറഞ്ഞു വെച്ച് എന്താണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രോസസ് ഓഫ് ഓഡിറ്റ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ അക്കൗണ്ടിങ് പീരിയഡ്. റെഗുലർ ഇൻ്റർവെൽസ് ആയിട്ട് ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റ് ഫങ്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21, മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് പറഞ്ഞു വെച്ച് എന്താണ്? ഓപ്ഷൻ എ, ടൂൾസ് ഫോർ ഇവാലുവേറ്റിംഗ് മെത്തേഡ്സ് ആൻഡ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. Option B, a statutory audit. Option C, audit as per Companies Act. Option D, cash audit. Here the answer is option A, tools for evaluating methods and performance of management ആണ് management audit. Question number 22, human resource audit is. Human resource audit പറഞ്ഞ് എന്താണ്? Option A, compulsory under Companies Act. Option B, a popular type audit. Option C, to evaluate the human resource of investment. Option D, a management audit. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിറ്റിൽ വന്ന റീസെൻറ്റ് ട്രെൻഡ്സ് ആണ്. അതിൽ ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റും ഒരു റീസെൻറ്റ് ട്രെൻഡാണ്. സോ ദ ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് ഈസ് ടു ഇവാലുവേറ്റ് ദ ഹ്യൂമൻ റിസോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 23, വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ലിൻ്റെ ഏത് ഫോമാണ് ബെസ്റ്റ് ഫോം? ഇത് എപ്പോഴും നെറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാറ്റ് ഗുഡ്വില്ലാണ് ബെസ്റ്റ് ഫോം ഓഫ് ഗുഡ്വിൽ. ഡോഗ് ഗുഡ്വില്ലുള്ളവർ അതിൻ്റെ ഓണേഴ്സിനായിരിക്കും ലോയലായിട്ടുള്ളവർ. ക്യാറ്റ് ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ ബ്രാൻഡിനായിരിക്കും അവരുടെ ലോയാലിറ്റി കൂടുതൽ. റാറ്റ് ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ ഓണറിനും അവർ ലോയലായിരിക്കും, ബ്രാൻഡിനും അവർ ലോയലായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ FMCG പ്രോഡക്റ്റൊക്കെ അങ്ങനെയാണ്, ഒരു റാറ്റ് ഗുഡ്വില്ലിൻ്റെ ബേസിസിലാണുള്ളത്. FMCG പ്രോഡക്ട്സ്. റാബിറ്റ് ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ യൂസിങ് ദ ആക്സസബിൾ വൺ, നിയർ ബൈ, അവർക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് അടുത്ത് ഏതാണോ കിട്ടണത് അതിലോടായിരിക്കും അവൻ്റെ താല്പര്യം കൂടുതൽ. അതാണ് റാബിറ്റ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. സോ ക്യാറ്റ് ഗുഡ്വില്ലാണ് എത്ര ഇതുണ്ടെങ്കിലും അവൻ്റെ ബ്രാൻഡ് വിട്ട് അവർ പോവില്ല, ആ ബ്രാൻഡിനോടായിരിക്കും അവർ ലോയാലിറ്റി കാണിക്കുന്നത്. സോ ക്യാറ്റ് ഗുഡ്വില്ലാണ് ബെസ്റ്റ് ഫോം ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ആൻഡ് 24th question, the statement furnished to the liquidator at the time of winding up of a company. ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുമ്പോൾ ലിക്വിഡേറ്ററിന് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ലിക്വിഡേറ്റർ ആരാ പറഞ്ഞു വെച്ചാൽ ലിക്വിഡേഷൻ സമയത്ത് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന പേഴ്സണാണ് ലിക്വിഡേറ്റർ. അവരാണ് ഈ ലിക്വിഡേഷൻ്റെ എല്ലാ പ്രോസസ്സും ഹാൻഡിൽ ചെയ്യണവർ. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അത് പ്രിപ്പയർ ചെയ്യണത് കമ്പനിയാണ്. ലിക്വിഡേഷൻ്റെ നോട്ടീസ് വന്നതും ആ 21 days ആവുമ്പോഴേക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ ലിക്വിഡേഷൻ സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതില്ലാണ്ട് നമുക്ക് ലിക്വിഡേഷൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ ലിസ്റ്റ് എ തൊട്ട് ലിസ്റ്റ് എച്ച് വരെ കുറച്ച് തിങ്സ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ലിസ്റ്റ് എ എന്ന് പറഞ്ഞു വെച്ചാൽ അസറ്റ്സ് നോട്ട് പ്ലെജ്ഡ്, പ്ലെഡ്ജ് ചെയ്യാത്ത അസറ്റ്സ് ആണ് ലിസ്റ്റ് എയിൽ പറയുന്നത്. ദേ ആർ ഓൾസോ നോൺ എസ് ഫ്രീ അസറ്റ്സ്. ലിസ്റ്റ് ബി എന്ന് പറയുന്നത് പ്ലെഡ്ജ് ചെയ്ത അസറ്റ്സ് ആണ്. ലിസ്റ്റ് സി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അവർക്ക് കൊടുക്കണ എമൗണ്ട്. ലിസ്റ്റ് ഡി ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണ എമൗണ്ട്. ലിസ്റ്റ് ഇ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്തൊക്കെയാണ്. ലിസ്റ്റ് എഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട്. ലിസ്റ്റ് ജി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മളെപ്പോഴും പറയും എല്ലാ ഡേറ്റും പേ ചെയ്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടണത്. സോ ലിസ്റ്റ് ജിയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട എമൗണ്ടാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്തെങ്കിലും സർപ്ലസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് എച്ചിൽ നമ്മൾ മെൻഷൻ ചെയ്യും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലുള്ള ലിസ്റ്റ്. ഈ പ്രകാരമായിരിക്കും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണത്. 25th question,
ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ദ അസറ്റ്സ് ആർ ഷോൺ അറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ അസറ്റ്സിനെ എന്ത് വാല്യൂവിലാണ് കാണിക്കുക? എ റിയലൈസബിൾ വാല്യൂ, ബി മാർക്കറ്റ് വാല്യൂ, സി ബുക്ക് വാല്യൂ, ഡി ഓൾ ഓഫ് ദീസ്. ഹിയർ ദ ആൻസർ ഈസ് എ. റിയലൈസബിൾ വാല്യൂവിലാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ അസറ്റ്സ് കാണിക്കുക. 26th question. Any security over primary security is known as. പ്രൈമറി സെക്യൂരിറ്റീൻ്റെ മേലെ എന്തെങ്കിലും നമ്മൾ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയാം. ഓൾറെഡി നമ്മളൊരു തിങ്ങിനെ സെക്യൂരിറ്റിയിൽ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെയും മേലെ നമ്മളൊരു സെക്യൂരിറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. 27th question. നോൺ പെർഫോമിംഗ് അസറ്റ്സ് നോട്ട് എക്സീഡിങ് 12 months ഈസ് കോൾഡ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം ലോൺസ് ഓർ അഡ്വാൻസസ് ദാറ്റ് ആർ ഇൻ ഡീഫോൾട്ട് ഓർ ഇൻ അരിയസ്. നമുക്ക് കിട്ടാണ്ടിരിക്കണതോ അല്ലാണ്ട് നമുക്ക് കിട്ടില്ല എന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന അസറ്റ്സിനെയാണ്, ലോൺസ് ആൻഡ് അഡ്വാൻസസിനെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയാം. വിത്തിൻ 12 monthsനുള്ള നോൺ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയും. എക്സീഡിങ് 12 monthsനുള്ള അസറ്റ്സ് ആണെങ്കിൽ അതിനെ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറയും. Question number 28. Calls in arrears should be deducted from the share capital to find out. ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. എന്ത് കിട്ടാൻ വേണ്ടിയാണ്? എ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ബി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സി കോൾഡ് അപ്പ് ക്യാപിറ്റൽ, ഡി ഓൾ ഓഫ് ദി എബോവ്. ഹിയർ ദ ആൻസർ ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് ലെസ് ചെയ്യും. 29th question. The statutory meeting of a company is conducted at least dash in the lifetime of the company. കമ്പനീൻ്റെ ലൈഫ് ടൈമിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എപ്പോഴാണ് വെക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് വൺസ് ആണോ, അറ്റ്ലീസ്റ്റ് ട്വൈസ് ആണോ, ഹാഫ് ഇയർലി ആയിട്ട് നൺ ഓഫ് ദ എബോവ് ആണോ? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ഒരു കമ്പനീൻ്റെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ആ കമ്പനീൻ്റെ ലൈഫ് ടൈമിൽ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും കണ്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. Question number 30. ഇൻട്രസ്റ്റ് ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ. ഇൻട്രസ്റ്റ് വന്ന് ഏത് വാല്യൂവിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നോമിനൽ ഓർ ഫേസ് വാല്യൂ ആണോ, പ്രീമിയം എമൗണ്ടിലാണോ, ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി എയ്തർ എ ഓർ ബി. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ നോമിനൽ ഓർ ഫേസ് വാല്യൂ. ഒരു ഷെയറോ ഒരു ഡിബഞ്ചർ അങ്ങനെയുള്ളതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത് അതിൻ്റെ നോമിനൽ ഓർ ഫേസ് വാല്യൂ വെച്ചിട്ടാണ്. Question number 31. Within how many days minimum subscription should be received? മിനിമം സബ്സ്ക്രിപ്ഷൻ എത്ര ദിവസത്തിനകം കിട്ടണം? 120 days. Question number 32. Pluffing back of profit means the retaining the earnings of a business for the future expansion program. ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് pluffing back of profit. Question number 33. For the purpose of redemption of preference share, the company can issue. ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷന് വേണ്ടി കമ്പനി എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ ഇക്വിറ്റി ഷെയർ, ഓപ്ഷൻ ബി പ്രിഫറൻസ് ഷെയർ, ഓപ്ഷൻ സി ഡിബഞ്ചേഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഇക്വിറ്റി ഷെയർ. പ്രിഫറൻസ് ഷെയർ റിഡംഷന് വേണ്ടി ആ കമ്പനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. Question number 34. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? പാർഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ, 100% സ്റ്റേറ്റ്മെൻ്റ് ആണോ, എയ്തർ എ ഓർ ബി ആണോ, നെയ്തർ എ നോർ ബി, എയും അല്ല ബിയും അല്ല എന്നാണോ? ഓപ്ഷൻ ബി 100% സ്റ്റേറ്റ്മെൻ്റ് ആണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. Question number 34 ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, റീവാലുവേഷൻ, നോ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ആ സൈഡിൽ ഈക്വൽ റേഷ്യോ, ഓൾഡ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ. റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഗെയിനിങ് റേഷ്യോ. റീവാലുവേഷൻ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ വെച്ച് തന്നെ നമ്മൾ ചെയ്യും. നോ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ അഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യണത് ഈക്വൽ റേഷ്യോയിലായിരിക്കും. സോ ദ ആൻസർ ഈസ് എ അഡ്മിഷൻ സാക്രിഫൈസിങ് റേഷ്യോ, റിട്ടയർമെൻറ്റ് ഗെയിനിങ് റേഷ്യോ, റീവാലുവേഷൻ ഓൾഡ് റേഷ്യോ, നോ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈക്വൽ റേഷ്യോ. Question number 36. കമ്പൽസറി ഡിസൊല്യൂഷൻ
സെക്ഷൻ 41 ഡീൽ ചെയ്യണത്. കണ്ടീൻജൻറ്റ് ഡിസൊല്യൂഷൻ സെക്ഷൻ 42-ൽ, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്ന് പറയുന്നത് സെക്ഷൻ 43-ലാണ് പറയണത്. ദെൻ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് സെക്ഷൻ 44-ലാണ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൊല്യൂഷൻസ് ആൻഡ് ദിയർ സെക്ഷൻസ്. Question number 37. The analog between the auditor and watchdog is that ഓഡിറ്ററും വാച്ച്ഡോഗും തമ്മിലുള്ള അനലോഗ് കണക്ഷൻ എന്താണ്? ഓപ്ഷൻ എ, ദ ഓഡിറ്റർ നീഡ് നോട്ട് ബിഹേവ് ലൈക്ക് എ ഡിഡക്റ്റീവ്. ബി, ഓഡിറ്റർ ഷുഡ് നോട്ട് ഓൾവേസ് സസ്പെക്ട് ഫ്രോഡ് ഓർ മിസ്ട്രസ്റ്റ് ദ ക്ലയൻറ്റ് സ്റ്റാഫ്. ഓപ്ഷൻ സി, വാച്ച്ഡോഗ് ബാർക്സ് ഇഫ് ദർ ഈസ് ട്രെസ്പാസ്. ഓപ്ഷൻ ഡി, ഓഡിറ്റർ റിക്വയർഡ് ടു ബി കെയർഫുൾ ആൻഡ് അലേർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എറർ ആൻഡ് ഫ്രോഡ്. ഓഡിറ്ററും വാച്ച്ഡോഗ് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഓഡിറ്റർ എങ്ങനെയാണ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം. വാച്ച് ഡോഗ് എങ്ങനെയാണ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണതാണ് വാച്ച് ഡോഗിൻ്റെ പണി. സോ ദ ഓഡിറ്റർക്കും വാച്ച് ഡോഗിനുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, വാച്ച് ഡോഗ് ബാർക്സ് ഇഫ് ദർ ഈസ് ട്രെസ്പാസ്. സോ ദ ഓഡിറ്റർ ഈസ് ഓൾസോ വാണ്ട് ടു ചെക്ക് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 38. വൗച്ചിങ്. വൗച്ചിങ് പറഞ്ഞു വെച്ച് എന്താണ്? ഓപ്ഷൻ എ, to substantiate an entry in the books of accounts with documentary evidences, to a careful examination of accounts, to a systematic examination to verify the accuracy of the transaction, to an independent examination of financial records. The answer is option A. വൗച്ചിങ് എന്ന് പറഞ്ഞു വെച്ച ഡോക്യുമെൻ്ററി എവിഡൻസസ് വെച്ച് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ചെയ്ത എൻട്രി ചെക്ക് ചെയ്യണതാണ് വൗച്ചിങ്. ക്വസ്റ്റ്യൻ നമ്പർ 39. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഓപ്ഷൻ സി, USA ആണ് കറക്റ്റ്. 40th ക്വസ്റ്റ്യൻ. ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ബി. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഗുഡ് ആണെന്ന് പറയാൻ എന്താണ് റീസൺ? ഓപ്ഷൻ എ, ഫോഴ്സ്ഫുൾ. ഓപ്ഷൻ ബി, കൺവിൻസിങ്. ഓപ്ഷൻ സി, അൺബയാസ്ഡ് ആൻഡ് ഫ്രീ ഫ്രം മിസ്റ്റേക്സ്. ഓപ്ഷൻ ഡി, സജഷൻസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് നല്ലതാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം മിസ്റ്റേക്സ് ആൻഡ് അൺബയാസ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ ഡാഷ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ് ഏത് ടൈപ്പ് ഓഫ് പ്രോസസ്സാണ്? സമ്മറൈസിങ് പ്രോസസ്സാണ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണത്. 42. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് അതർവൈസ് നോൺ എസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇനിയൊരു പേരാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. The comparison of one accounting period with that of the past is possible when dash is followed. ഒരു അക്കൗണ്ടിങ് പീരിയഡ് ഇന്നൊരു അക്കൗണ്ടിങ് പീരിയഡുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് പ്രിൻസിപ്പിളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഓപ്ഷൻ ബി, കൺസിസ്റ്റൻസി. ഓപ്ഷൻ സി, ഗോയിങ് കൺസേൺ. ഓപ്ഷൻ ഡി, മാച്ചിങ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ് ഒരേ ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ എന്നാൽ മാത്രമേ നമുക്ക് ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ ഡാറ്റാസ് ഇന്നൊരു അക്കൗണ്ടിങ് പീരിയഡിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ കോസ്റ്റ് വാല്യൂ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് ഒരു ബിസിനസ് കുറേ കാലത്തേക്ക് കൊണ്ടുപോകണം എന്നാണ് ഗോയിങ് കൺസേണിൽ പറയുന്നത്. മാച്ചിങ് പ്രിൻസിപ്പിളിൽ ഇൻകം ഷുഡ് ബി മാച്ച്ഡ് വിത്ത് എക്സ്പെൻസസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർ ഡിപ്രീസിയേഷൻ AS1 ആണോ, AS2 ആണോ, AS3 ആണോ, നൺ ഓഫ് ദീസ് ആണോ? ദ ആൻസർ ഈസ് നൺ ഓഫ് ദീസ്. AS6 ആണ് ഡിപ്രീസിയേഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. AS1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. Question number 45. Dash capital of a company can be called up only in the event of winding up. Winding up ചെയ്യുന്ന സമയത്ത് ഏത് പാർട്ട് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ കോൾ ചെയ്യണത്? ഓപ്ഷൻ എ, റിസർവ് ക്യാപിറ്റൽ. ഓപ്ഷൻ ബി, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ഓപ്ഷൻ ഡി, നോമിനൽ ക്യാപിറ്റൽ. ഒരു കമ്പനീൻ്റെ വൈൻഡിങ് അപ്പ് സമയത്ത് നമ്മൾ റിസർവ് ക്യാപിറ്റലാണ് കോൾഡ് അപ്പ് ചെയ്യണത്. Question number 46. Partnership is a form of business organization in which the business debts can be recovered from. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. ഇവിടെ ബിസിനസ്സിൻ്റെ ഡെറ്റ് ആരുടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ, ദ മാനേജിങ് പാർട്ട്നേഴ്സ്. ഓപ്ഷൻ ബി, ഓൾ ദ ഓഫീസേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്.
Option C, the firm and officers. Option D, the firm and all the partners. The answer is option D, the firm and all the partners. പാർട്ട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. സോ ദ എല്ലാ പാർട്ട്നേഴ്സും ആ ബിസിനസ്സിൻ്റെ ഡെറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാണ്. And the question number 47, dash rules applicable at the time of any partner becoming insolvent. ഏതെങ്കിലും ഒരു ഇൻസോൾവെൻ്റ് ആയി വെച്ചാൽ ഏത് റൂളാണ് അവിടെ അപ്ലിക്കബിൾ ആണത്? ഓപ്ഷൻ എ, ഗാർണർ വെസസ് മുറേ റൂളാണ് അപ്ലിക്കബിൾ ആവുന്നത്. ഗാർണർ വെസസ് മുറേ റൂളിൽ പറയണത് എന്താ വെച്ചാൽ, ഇഫ് എനി ഓഫ് ദ പാർട്ട്ണർ ബിക്കം ഇൻസോൾവെൻറ്റ്, മറ്റുള്ള പാർട്ട്നേഴ്സ് സോൾവെൻ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കും അവൻ്റെ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇൻസോൾവെൻറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഡെറ്റ് മാറ്റേണ്ടത്. ഇൻസോൾവെൻ്റ് പറഞ്ഞു വെച്ച് ഒരു പാർട്ട്ണറിൻ്റെ റവന്യൂവിനേക്കാളും ഡെറ്റ് ആയിരിക്കും കൂടുതൽ. ഇൻഎബിലിറ്റി ടു പേ ഡെറ്റ് എന്നൊരു പൊസിഷനാണ് നമ്മൾ ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. സോ ഇൻസോൾവെൻ്റ് ആവാത്ത പാർട്ട്നേഴ്സ്, ദാറ്റ് ഈസ് സോൾവെൻ്റ് പാർട്ട്നേഴ്സ് ആയിരിക്കും അവൻ്റെ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇൻസോൾവെൻ്റ് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി പേ ചെയ്യാം. അതാണ് ഗാർണർ വെസസ് മുറേ റൂളിൽ പറയണത്. ക്ലിയർ ആയില്ല? ഗാർണർ വെസസ് മുറേ റൂൾ ഇത് എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഗാർണർ വെസസ് മുറേ. ക്വസ്റ്റ്യൻ നമ്പർ 48, ഇൻ ബ്രേക്ക് ഈവൻ ചാർട്ട് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻറ്റ്സ്. ബ്രേക്ക് ഈവൻ ചാർട്ടിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ലെവലും വൈ ആക്സിസ് പറയുന്നത് കോസ്റ്റ് ഓഫ് റവന്യൂവിനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ഈസ്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ്? ഓപ്ഷൻ എ, ക്യാഷ് ട്രാൻസാക്ഷൻ. ഓപ്ഷൻ ബി, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഓപ്ഷൻ സി, എയ്തർ എ ഓർ ബി. ഓപ്ഷൻ ഡി, നെയ്തർ എ നോർ ബി. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്യുന്നത് ഒരു നോൺ ക്യാഷ് ട്രാൻസാക്ഷനാണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ഇൻ ദ ബിഗിനിങ് റിസൾട്ട്സ് ഈസ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുമല്ലോ, ആ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. ആൻഡ് ആ ഇയറിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫണ്ടാണ്. സോ ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിൽ 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഈ ടോപ്പിക്സ് ക്ലിയറായി എന്ന് വിചാരിക്കണം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബിസിനസ് എക്കണോമിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ലേൺഡ്. താങ്ക് യു.